നമുക്ക് വീട്ടിൽ വെച്ച് ഹോസ്റ്റലിലൊക്കെ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പുതിയങ്ങാടി ബ്രോയിലർ ദം ബിരിയാണി. ഈ ബിരിയാണിയുടെ റെസിപ്പി വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. സാധാരണ നമ്മൾ അരിഞ്ഞു വെക്കാറുള്ളത് പോലെ സവാള, തക്കാളി, നമ്മുടെ പുതിന ചപ്പ്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചതെല്ലാം തയ്യാറാക്കുക. അത് ചൂടാക്കിയ നമ്മുടെ പാത്രത്തിലേക്ക് നമ്മൾ നെയ്യ് ഒഴിക്കുക. നെയ്യ് എണ്ണ പോലെ ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള നമ്മൾ ഇട്ട് കൊടുക്കുക. സവാള ഇട്ടതിന് ശേഷം നമ്മൾ സാധാരണ മസാലകളൊക്കെ തയ്യാറാക്കുന്നത് പോലെ അത് നന്നായി ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ അതിലേക്ക് പച്ച മസാല, മുളക്, അതുപോലെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ചേർക്കേണ്ടതുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ഉള്ളി വാടിയതിന് ശേഷം നമ്മൾ തക്കാളി, അരിഞ്ഞു വെച്ച തക്കാളി അതിലേക്ക് ചേർക്കുക. തക്കാളി അതിലേക്ക് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാല, പിന്നെ നമ്മൾ കുറച്ച് ബിരിയാണി മസാല കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിക്കൻ നമ്മൾ ആ മസാലയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി അത് നമ്മൾ മൂടി വെച്ചുകൊണ്ട് വേവുന്നതിന് വേണ്ടി വെക്കണം. സാധാരണ വെക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നാടൻ തൈരാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് നാടൻ തൈര് ചേർത്ത് കൊടുത്താൽ അത് നല്ലൊരു രുചി ഉണ്ടാകും. അതുപോലെ ചപ്പ്, പുതിന അരിഞ്ഞു വെച്ചത് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരി വേവിച്ചെടുക്കുന്നതിന് വേണ്ടി വേറെ വെള്ളം നമ്മൾ തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് പച്ച മസാലയുടെ ആ ഒരു കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മൂടി വെച്ച ചിക്കൻ മസാല ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ഇപ്പുറത്ത് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി, ബിരിയാണി അരി ഇട്ട് കൊടുക്കുകയാണ്. 1 കിലോ ബിരിയാണി അരിയാണെങ്കിൽ 1 കിലോ ചിക്കൻ അതിലേക്ക് നമ്മൾ ഇറച്ചി കണക്കാക്കണം. നമ്മൾ 2 കിലോ ആണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മസാലയുടെ മുകളിൽ കുറച്ച് നെയ്യ് വന്നു നിന്നിട്ടുണ്ട്. ഈ നെയ്യ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ്. ഇതെന്തിനാണ് നമ്മൾ ഈ നെയ്യ് എടുത്തു വെക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ അവസാനം ചോറ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ചോറ് വേവായിട്ടുണ്ട്, അത് ഊറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മസാലയിലേക്ക് ഇട്ട് 2 ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ആ നേരത്തെ എടുത്തു വെച്ച നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ മല്ലിച്ചപ്പും കാര്യങ്ങളൊക്കെ കുറേശ്ശിട്ട് ഇനി രണ്ടാമത്തെ ലെയറിൽ നമ്മൾ കുറച്ചുകൂടെ ചോറിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കന്, അതുപോലെ അണ്ടിപ്പരിപ്പ്, കുറച്ചുകൂടെ ചോറിട്ടതിന് ശേഷം ചിക്കന്, അണ്ടിപ്പരിപ്പ്, നമ്മുടെ നെയ്യ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ എടുത്തു വെച്ച ആ ഒരു നെയ്യ് ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതിൻ്റെ മുകളിലേക്ക് ഇടുകയാണ്. അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന അരിഞ്ഞെടുത്തതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം വേണം നമുക്ക് ഇത് ദമ്മിടുന്നതിന് വേണ്ടിയിട്ട് എടുത്തു വെക്കാൻ. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ബിരിയാണിയുടെ സ്മെല്ല് അടിയിൽ നിന്ന് മസാലയുടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ദമ്മിട്ട് കഴിഞ്ഞാൽ നല്ല ഒരു സ്മെല്ല് നമുക്ക് വരും.
ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പാത്രം വെച്ചു. നല്ല കനമുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചാൽ അതിന് ശേഷം ആ തട്ടിലേക്ക് നമ്മൾ കുറച്ച് താഴ്ന്ന കനലുകൾ എടുത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഒക്കെ ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് അതിൻ്റെ ടോപ്പിൽ വെച്ചിട്ട് നമ്മൾ വേവിനനുസരിച്ച്, ഇപ്പോൾ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് നമ്മളൊരു 15 മിനിറ്റൊക്കെ നമ്മൾ മാക്സിമം വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ വേവ് ബുദ്ധിമുട്ടാവും. നമ്മൾ പരമാവധി വേവ് ആവുന്നതിൻ്റെ മുമ്പാണ് ഇത് ദമ്മിലിട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ദമ്മ് ഓപ്പൺ ചെയ്തപ്പം തന്നെ നല്ല സ്മെല്ലുണ്ടായിരുന്നു, നല്ലൊരു സ്മെല്ല് വന്നിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ചോറ് നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് മാറ്റി വെക്കാം, കാരണം മസാല കൂട്ടി വിളമ്പുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നോക്കൂ, നന്നായിട്ട് നല്ലൊരു ബിരിയാണിയായി മാറിയിട്ടുണ്ട്. നല്ലൊരു നോർമൽ, അധികം മസാല കാര്യങ്ങളോ ഒന്നുമില്ലാത്ത, നെയ്യില്ലാത്ത, കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം പാകത്തിനാണ് ഉണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു നോക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം. താങ്ക് യു.